Hello dear students. ഇനി properties of OLS estimators. What are the properties of OLS estimators? The properties of OLS estimators. The properties of OLS estimate is also called as Gauss-Markowitz theorem. Gauss-Markov theorem. പ്രോപ്പർട്ടീസ് ഓഫ് ഓൽഎസ് എസ്റ്റിമേറ്റേഴ്സ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഗോസ്-മാർക്കോവ് തിയറം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഗോസ്-മാർക്കോവ് തിയറം, അണ്ടർ ദ അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, the least square estimators are linear and unbiased estimators. ഓക്കെ, അപ്പോൾ ഈ അസംഷൻ നമ്മൾ ഒരുപാട് 10 അസംഷൻസ് പറഞ്ഞു. ഓക്കെ, ആ അസംഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടല്ലോ, ദാറ്റ് മീൻ ബീറ്റ ക്യാപ് 1 ആൻഡ് ബീറ്റ ക്യാപ് 2, ദിസ് ആർ ദ 2 എസ്റ്റിമേറ്റേഴ്സ് അല്ലേ. ഇവർക്ക് എന്തുണ്ട്, ദീസ് എസ്റ്റിമേറ്റേഴ്സ് ആർ ലീനിയർ, unbiased, and also have minimum variance. Okay, അപ്പോൾ the minimum variance, these are the 3 important properties of an OLS estimator. First, linear; second, unbiased; third, minimum variance. Okay, linearity, unbiasedness, minimum variance, അല്ലെങ്കിൽ linear, unbiased, minimum variance. Okay, അപ്പോൾ this refers to us, അപ്പോൾ ഇത് 3 കൂടിയാൽ നമ്മളിതിനെ പറയുന്ന പേരാണ് ബ്ലൂ. Okay, if an estimator has linear, if an estimator is linear, unbiased, and has minimum variance compared to all other estimates, then it is called blue എന്ന് പറഞ്ഞാൽ best linear unbiased estimator. ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പറയുന്ന പേരാണ് എന്ത്, ബ്ലൂ. ഓൽഎസ് എസ്റ്റിമേറ്റർ എപ്പോഴാണ് നമ്മൾ ബ്ലൂ എന്ന് പറയാം? വെൻ ഇറ്റ് ഹാസ്, അല്ലെങ്കിൽ ഓൽഎസ് എസ്റ്റിമേറ്റർ ഹാസ്, ഓൽഎസ് എസ്റ്റിമേറ്റർ ഹോൾഡ് 3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതെല്ലാം പ്രോപ്പർട്ടീസാണ്. ഫസ്റ്റ് ലീനിയർ, സെക്കൻഡ് അൺബയാസ്ഡ്, 3 മിനിമം വേരിയൻസ്. ഈ 3 പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓൽഎസ് എസ്റ്റിമേറ്റ്സ് ആർ എന്താണ്, ബ്ലൂ. ദേ ആർ ദ ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ if OLS estimators hold all assumptions, if there is no violation of all assumptions discussed previous video, okay, ആ assumptions complete ഉണ്ടെങ്കിൽ you can say that the OLS estimates also will hold linearity,
unbiasedness and minimum variance. That means they will be in the class of best linear unbiased estimate. That is called Gauss-Markowitz theorem. അപ്പോൾ ഇതാണ് Gauss-Markowitz theorem. അപ്പോൾ based on the assumptions of OLS estimators, ഓക്കെ, അപ്പോൾ OLS എസ്റ്റിമേറ്റ്സിന് 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ലീനിയർ അൺബയാസ്ഡ്നെസ്, അൺബയാസ്ഡ്. 3 മിനിമം വേരിയൻസ്. ഇത് 3 കൂടെ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബ്ലൂ, ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇതാണ് Gauss-Markowitz തിയറം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് വാട്ട് ഈസ് മീൻ ബൈ ലീനിയാരിറ്റി, വാട്ട് ഈസ് മീൻ ബൈ അൺബയാസ്ഡ്നെസ്, വാട്ട് ഈസ് മീൻ ബൈ മിനിമം വേരിയൻസ് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ലീനിയാരിറ്റി? First property, linearity. Okay, as you know that beta cap 2 can also find from the deviation form, the deviation equation that can be write as sigma xi minus x bar into yi minus y bar divided by sigma xi minus x bar square. Okay, this and give me equation 1. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റ ക്യാപ് 2 കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ബീറ്റ ക്യാപ് 2 can be rewrite as which is equal to sigma yi into xi minus x bar minus y bar into sigma. അതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? സിഗ്മ xi minus x bar divided by sigma xi minus x bar square. ഓക്കെ, ഇനി നമുക്കറിയാം ഈ y bar into sigma xi minus x bar equal to 0 ആണ്. ഇത് 0 ആണ്. ദാറ്റ് യു വിൽ ലേൺ ഇൻ ഫ്യൂച്ചർ. ഓക്കെ, പിന്നെ മീൻ വാല്യൂ, ഡിപ്പെൻഡ് വേരിയബിളിൻ്റെ മീൻ വാല്യൂ, അതുപോലെ തന്നെ xi മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ y bar into xi is equal to 0. ഓക്കെ, ഇത് ഇങ്ങനൊരു അസംഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. xi എന്ന് പറയുന്നത് എന്താണ്? xi മൈനസ് എക്സ് ബാർ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് 0. ദെൻ ദ ഇക്വേഷൻ, ദെൻ ബീറ്റ cap 1 will be എന്താവും? സിഗ്മ yi into xi minus x bar divided by sigma xi minus x bar square. Okay, this can be write as which this is equal to
a small letter xi. Okay, therefore this is equal to small letter xi. Therefore you can write this all beta cap 2 ആണ് 2 ആണ് തെറ്റിപ്പോയതാണ് beta cap 2. Beta cap 2 can be write as sigma y I into xi divided by sigma xi square. Okay, let us suppose that xi assume ചെയ്യാണ് xi divided by sigma xi square. ഇതും നമുക്ക് പിരിച്ചെഴുതുകയാണ് xi divided by sigma xi square which is equal to ki എന്ന് കൊടുക്കുന്നു. ki, small letter ki, I is equal to 1, 2, etc. n. Okay, therefore beta cap 2 is equal to sigma, this can be written as sigma I is equal to 1 tend to n ki into yi. Okay, well this is I'm giving equation 2. Equation 2. ഇനി ഇക്വേഷൻ 2 അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? From this we can understand that beta cap 2 is a linear function of y values. Linear function of y values. ഓക്കെ, ഇത് നമ്മൾ തെളിയിച്ചാൽ ചെയ്തു. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റർ ഈസ് എ ലീനിയർ ഫങ്ഷൻ ഓഫ് y values. അതാണ് ലീനിയാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയെന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ബീറ്റ ക്യാപ് 2 എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ബീറ്റ ക്യാപ് 2ൻ്റെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഫോമാണ്, ഡീവിയേഷൻ ഫോമാണ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു 10 സാമ്പിൾസ് നിങ്ങളെടുത്തു, എക്സിൻ്റെയും വൈയുടെ വാല്യൂസ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ ക്യാപ് 2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷനെ റീറൈറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത് വരും, ഒരു അസംഷൻ വരും. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, y bar into sigma xi minus x bar is equal to 0. ഓക്കെ, is equal to 0 കൊടുത്താൽ ഇക്വേഷൻ എന്തോ ബീറ്റ ക്യാപ് 2 is equal to sigma yi into sigma xi minus x bar divided by sigma xi minus x bar square. ഇനി xi മൈനസ് എക്സ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്മാൾ ലെറ്റർ xi എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എന്താവും, ബീറ്റ ക്യാപ് 2 is equal to എന്താവും sigma yi into xi divided by sigma xi square. Okay, let us suppose ഇനി xi divided by sigma xi square is equal to നമ്മളിത് ki എന്ന് എഴുതുന്നു. അപ്പോൾ ഇക്വേഷൻ എന്താവും, ബീറ്റ ക്യാപ് 2 is equal to n into sigma I is equal to 1 10 to n ki into yi. From this you can understand that beta cap 2 is a linear function of y values. That is, there is a Euler's estimator hold the linearity, the property of linearity. Okay, well, linear and linear Euler's estimates are linear, and it is a linear function of Euler estimator is a linear function of
y values. Okay, like the beta cap 2, you can also state, okay, you can also found beta cap 1 is also a linear function of y values. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി സിമിലർലി ബീറ്റ ക്യാപ് ടുവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ബീറ്റ ക്യാപ് 1 ഈക്വൽ ടു ബീറ്റ ക്യാപ് 1 ഈക്വൽ ടു നമുക്കറിയാം ഷോർട്ടസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് ദ ബീറ്റ ക്യാപ് 1 ഈസ് ഈക്വൽ ടു വൈ ബാർ മൈനസ് ബീറ്റ ക്യാപ് 2 ഇൻറ്റു എക്സ് ബാർ അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം. ദിസ് ക്യാൻ ബി റൈറ്റ് ആസ് which is equal to 1 by n into sigma yi. ഓക്കെ, yi ഇത് രണ്ടും ഒന്നാണ്. y ബാറിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1 ഡിവൈഡ് ബൈ n ഇൻറ്റു സിഗ്മ yi മൈനസ് നമുക്കറിയാം ബീറ്റ ക്യാപ് 2 എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതുകൊണ്ട് ആ ബീറ്റ ക്യാപ് 2ൻ്റെ വാല്യൂ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യും. അതുകൊണ്ട് എക്സ് ബാർ ഇൻറ്റു സിഗ്മ, അപ്പോൾ ഈ ടേമിന് ബീറ്റ ക്യാപ് 1 ഇൻറ്റു എക്സ് ബാറിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ബാർ ഇൻറ്റു ബീറ്റ ക്യാപ് 2 എന്താണെന്ന് നമുക്കറിയാം. താഴെ കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ 2 സിഗ്മ കെ ഐ ഇൻറ്റു വൈ ഐ. ഓക്കെ, ക്ലിയർ ആണോ? അത് therefore beta cap 1 equal to sigma, this can be written 1 by n minus x bar into ki into yi. Okay, this is about this equation 3. Okay, equation 3 കാണിക്കുന്നത് എന്താണ്? beta cap 1 is also a linear function of y values. Beta cap 1 is also a linear function of y values. Okay, therefore we have proved that Euler's estimates are linearly related to y values. Okay, അപ്പോൾ ലീനിയറിറ്റി പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നമ്പർ 2. Property number
to unbiasedness. അല്ലെങ്കിൽ അൺബയാസ്ഡ്നെസ് അല്ലെങ്കിൽ അൺബയാസ്ഡ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഓൾ എസ്റ്റിമേറ്റ്സ് ആർ അൺബയാസ്ഡ് ആണെന്ന് പറയുന്നു. എന്താണ് അൺബയാസ്ഡ് എന്ന് പറയുന്നത്? That also we can prove. As you know that beta cap 2 equal to sigma ki into yi. Okay, this can be write as sigma ki yi എന്താണ് നമുക്കറിയാം. yi എന്താണ്? ki into beta cap 1 plus beta cap 2 xi plus u cap I. ഇതാണ് നമുക്കറിയാം. y is equal to beta cap 1 plus beta cap 2 xi plus u cap I. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് ഇക്വേഷൻ അവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഇനി ദിസ് ക്യാൻ ബി റൈറ്റ് ആസ്, ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, ബീറ്റ ക്യാപ്പ് 1 ഇൻറ്റു കെ ഐ പ്ലസ് ബീറ്റ ക്യാപ്പ് 2 ഇൻറ്റു കെ ഐ എക്സ് ഐ കെ ഐ എക്സ് ഐ അങ്ങനെ വരിക. ഓക്കെ, പ്ലസ് സിഗ്മ കെ ഐ ഇൻറ്റു യു ഐ. ഇതൊന്നുമില്ല, നമ്മൾ റീറൈറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതുകൊണ്ട് therefore കെ ഐ equal to, you can write xi divided by sigma xi square. And k is equal to നമുക്കറിയാം xi divided by sigma xi square. അതുകൊണ്ട് സിഗ്മ കെ ഐ ഈക്വൽ ടു, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആൻഡ് അതുപോലെ തന്നെ സിഗ്മ കെ ഐ into xi equal to sigma ki into xi plus y bar, sorry, xi plus x bar ആണ്, which is equal to sigma xi square divided by sigma xi square which is equal to 1. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ റീറൈറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാണ്? substituting these values in equation. ഏത് ഇക്വേഷനാണ്? ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്, അത് എഴുതാൻ വിട്ടതാണ്. ഇക്വേഷൻ 2. ഓക്കെ,
സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ ടൂവിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ബീറ്റ ക്യാപ് 2 ഈക്വൽ ടു ബീറ്റ ക്യാപ് 2 is equal to beta plus sigma ki into ui. ഓക്കെ, ഇത് കിട്ടും. ബീറ്റ ക്യാപ് 2 is equal to beta 2 plus sigma ki into xi. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. എക്സ്പെക്റ്റേഷൻ ഓഫ് ബീറ്റ ക്യാപ് 2 is equal to expectation of beta 2 plus sigma ki into expectation of ui, which is equal to beta 2. ഇത്രയും ക്ലിയർ ആണ്. നിങ്ങൾ 1-2 തവണ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കുറേ ഇക്വേഷൻ വരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും, അത് വളരെ ഈസിയാണ്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ഒരുപാട് മാത്തമാറ്റിക്സ് ഒന്നുമില്ല. ഇനി അപ്പോൾ നമ്മൾ ബീറ്റ ക്യാപ് 2 എക്സ്പെക്റ്റേഷൻ ഓഫ് ബീറ്റ ക്യാപ് 2 is equal to ബീറ്റ 2. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു, വിച്ച് ഈസ് വി പ്രൂവ്ഡ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, അൺബയാസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, വിച്ച് ഈസ് കാൾഡ് അൺബയാസ്ഡ്നെസ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ലൈക്ക് ബീറ്റ ക്യാപ് 2ൻ്റെ കേസ് നമ്മൾ പറഞ്ഞ്, ബീറ്റ ക്യാപ് 1 നമുക്കറിയാം. ബീറ്റ ക്യാപ് 1 ഈക്വൽ ടു ബീറ്റ ക്യാപ് 1 എന്ന് പറയുന്നത് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ സ്ക്രീനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബീറ്റ ക്യാപ് 1 ഈസ് ഈക്വൽ ടു സിഗ്മ 1 divided by n minus x bar into ki into yi. Okay, which can be write as sigma 1 by n minus x bar into ki into beta yi നമുക്കറിയാം, ബീറ്റ ക്യാപ് 1 പ്ലസ് beta cap to xi plus u cap I. Okay, ini which is equal to beta cap 1 plus beta cap 2 1 by n into
sigma xi plus 1 by n into sigma ui minus beta cap 1 x bar into sigma ki minus beta cap 2 into x bar into ki xi minus x bar into sigma ki ui. ഇക്വേഷൻ ഈ രൂപത്തിൽ എഴുതാം. ഇത് ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദിസ് ക്യാൻ ബി റൈറ്റ് ആസ് ബീറ്റ ക്യാപ് 1 പ്ലസ് beta cap 2 x bar plus 1 by n into sigma ui minus beta cap 2 x bar minus x bar into sigma ki into ui, okay, which is equal to beta cap 1 plus 1 by n into sigma ui minus x bar into sigma ki into ui. അതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം. Therefore, expectation of beta cap 1 equal to beta 1 plus 1 by n into expectation of ui minus x bar into sigma ki into expectation of ui. Okay, ഇങ്ങനെ എഴുതാൻ പറ്റും. ui അപ്പോൾ ഇതിന് വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് ബീറ്റ ക്യാപ് 1 ഈക്വൽ ടു beta cap 1. Okay, this is a condition for unbiasedness. അല്ലെങ്കിൽ unbiased പ്രോപ്പർട്ടിയുടെ കണ്ടീഷനാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് ബീറ്റ ക്യാപ് 1 ഈക്വൽ ടു ബീറ്റ ക്യാപ് 1. ഓക്കെ, അല്ലെങ്കിൽ മീൻ വാല്യൂ, ഇതിൻ്റെ അർത്ഥമാക്കുന്നത് മീൻ വാല്യൂ ഓഫ് എസ്റ്റിമേറ്റർ ഈക്വൽ ടു ട്രൂ പാരാമീറ്റർ ബീറ്റ 1. ഇപ്പോൾ ബീറ്റ 1 എന്നുള്ള പോപ്പുലേഷൻ പാരാമീറ്ററാണ്. അപ്പോൾ നമ്മുടെ മീൻ ആവറേജ് വാല്യൂ ഓഫ് എസ്റ്റിമേറ്റർ, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ ആവറേജ് വാല്യൂ ഈക്വൽ ടു ട്രൂ പാരാമീറ്റർ, ദാറ്റ് ഈസ് അൺബയാസ്ഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അപ്പോൾ അൺബയാസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഷോർട്ടാക്കി, ഇതിപ്പോൾ നിങ്ങൾക്ക് ഹൗ ടു ഡിറൈവ് അൺബയാസ്ഡ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. അത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്താണ് അൺബയാസ്ഡ്നെസ് എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ഷോർട്ടാക്കി ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്തതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ പറയാം. വാട്ട് ഈസ് മീൻ ബൈ അൺബയാസ്ഡ്നെസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ബീറ്റ ക്യാപ് 1 ഈക്വൽ ടു ബീറ്റ 1, അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ്
beta cap 2 is equal to beta 2. Okay. This is the condition for unbiased. Beta cap 1 and beta cap expectation of beta cap 1, expectation beta cap 2 എന്ന് പറയുന്നത് എന്താണ്? മീൻ വാല്യൂ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് മീൻ വാല്യൂ ഓഫ് OLS estimators equal to true population parameter beta 1 and beta 2. അപ്പോൾ ദിസ് ഈസ് അൺബയാസ്ഡ്നെസ്. അപ്പോൾ ബാക്കി ഇതുവരെ പറഞ്ഞ പിന്നെ ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൂഫ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ പറ്റുന്നവർ ചെയ്യാം. അത് നടക്കില്ല എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യാം? ഈ ഫൈനൽ ഔട്ട്പുട്ട് മനസ്സിലാക്കുക. അത് പറയുന്നത് എന്താണ്? മീൻ വാല്യൂ ഓഫ് OLS estimators ഈക്വൽ ടു ട്രൂ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റേഴ്സ് ഏതൊക്കെയാണ്? ബീറ്റ 1, ബീറ്റ ക്യാപ് 1, എസ്റ്റിമേറ്റേഴ്സ് ബീറ്റ ക്യാപ് 1 ആൻഡ് ബീറ്റ ക്യാപ് 2. ഇതിനെന്ത് ചെയ്യാം? ഇതിൻ്റെ ട്രൂ പാരാമീറ്റർ അതിന് ഈക്വലായിരിക്കണം. അതാണ് അൺബയാസ്ഡ്നെസ്. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി 3 മിനിമം വേരിയൻസ്. Third property, എന്താണ് വോയിസ്? സംസാരിക്കല്ലോ.